ഇന്ന് നമുക്ക് ഒരു മീൻകറി ഉണ്ടാക്കി നോക്കിയാലോ. അതിനായിട്ട് ആദ്യം അടുപ്പ് കത്തിച്ച് നമുക്ക് മീൻ ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് നല്ല വെളിച്ചെണ്ണ തന്നെ വേണേ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഈ കടുകൊക്കെ നല്ലതായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് 2 പച്ചമുളകും ചെറിയ കഷ്ണം ഇഞ്ചി 3-4 വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ടിത് ഇളക്കി ബ്രൗൺ കളറാവുന്ന വരെ നന്നായിട്ട് ഇളക്കണേ. ഈ സമയത്ത് നമുക്ക് ചെറിയ തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിൻ്റെ കൂടെ ഞാൻ 2 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം. നല്ല എണ്ണ തെളിയുന്നിടം വരെ നല്ല വഴറ്റി അങ്ങ് എടുക്കണം ഈ എണ്ണയ്ക്കകത്ത്. ഇത് നല്ലതായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്, മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പം നമുക്കിനി മസാല ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത്, ഇവിടെ ഞാൻ 2-3 അല്ലി കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ, അത് എൻ്റെ വെള്ളം മാത്രം ഒഴിച്ചു. ഇനി നമുക്ക് ഗ്രേവിയുടെ ആവശ്യത്തിന് വെള്ളം, എത്ര നിങ്ങളുടെ ആവശ്യത്തിനുള്ള എത്രയും ഗ്രേവി വേണോ അത്രയും വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതായിട്ട് അടച്ച് വെച്ച് വേവിച്ചു. ഇപ്പം നമുക്ക് നല്ലതായിട്ട് അതിൻ്റെ ആ പച്ചമുളകും എല്ലാം നല്ല വെന്ത് എണ്ണയൊക്കെ തെളിയുന്നിടം വരെ ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ മീൻ കഷ്ണങ്ങളങ്ങ് പറക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് എല്ലാം പറക്കിയിട്ട് കൊടുത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഗ്രേവി ഇപ്പം കുറവാണ്, നമുക്ക് വെള്ളം കുറച്ചുകൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അടച്ച് വെച്ചങ്ങ് വേവിക്കണം. അപ്പോൾ നന്നായിട്ട് ഇപ്പോൾ നല്ലതായിട്ട് തിളച്ച് തുടങ്ങി, എണ്ണയൊക്കെ നല്ലതായിട്ട് മുകളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഒന്ന് വട്ടം ചുറ്റിക്കണം ഇങ്ങനെ മൺചട്ടി. നമുക്ക് ഇളക്കി കഴിഞ്ഞാൽ കഷ്ണമൊക്കെ പൊടിഞ്ഞു പോകുമല്ലോ. അപ്പം ഇനി നമുക്ക് 2 കറിവേപ്പിലയും 1/2 സ്പൂണ് ഉലുവാപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് നമ്മുടെ മീൻ കറി ഇപ്പം റെഡി ആയി കഴിഞ്ഞു. ഇത് ഈസി ആയിട്ടുള്ള മീൻ കറിയാണ്, ആർക്കും ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ആദ്യമായിട്ട് പാചകമൊക്കെ പഠിച്ച് വരുന്നവർക്ക് നമുക്ക് ഇത് എളുപ്പമായിരിക്കും.